ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് ഒരു ടീ കേക്ക് ആയാലോ, അതും എയർ ഫ്രയറിലിട്ടിട്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ കേക്കിൻ്റെ ടിന്നെടുത്തു, ചെറിയൊരു കേക്കിൻ്റെ ടിന്ന്. അതിലേക്ക് ഇതാ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് മൈദ ഇട്ട് മാറ്റി വെച്ചതാട്ടോ. ഇനി ഇതാ ഒരു ബൗളെടുത്തു, അതിലേക്ക് ഇതാ ഒരു അരിപ്പിട്ടെടുത്ത് അതിലേക്ക് ഈ ഒരു കപ്പിന് അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ ഒരാൾ, അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ഇത് ഞാൻ സമർപ്പിക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് ഇതാ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളും ബേക്കിംഗ് സോഡ ആഡ് ചെയ്യില്ല. ഇനി ഒരു നുള്ളും ഇട്ടിട്ട് നല്ലോണം ഒരു 3 പ്രാവശ്യം നമുക്കിത് ഈ മൈദ ഒന്ന് നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഒരു ടീ കേക്കാണ് കേട്ടോ. അപ്പോൾ എയർ ഫ്രയറിൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതാണ്, കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ നല്ലോണം എടുത്തിട്ട് ഒരു വിസ്ക് എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മളിവിടെ ബീറ്റർ എടുക്കുന്നില്ല കേട്ടോ, വിസ്ക് കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി വേറെ ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എയർ ഫ്രയർ ഉള്ളവർ ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ, നമുക്ക് വൈകുന്നേരം കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഈ വിസ്ക് കൊണ്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലോണം നമുക്ക് ബീറ്ററിൽ നിന്ന് ബീറ്റ് ചെയ്യുന്ന മാതിരി എന്തായാലും ആവില്ല, എന്നാലും ഏകദേശം നമുക്ക് ഇതിന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്യുക. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഏകദേശം ഒരു 3-4 സെക്കൻഡ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ കപ്പിൽ അരക്കപ്പ് പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുക്കട്ടോ, മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് എടുത്തത്, സാധാ പഞ്ചസാര തന്നെ എടുത്തത്, പൊടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കുറേശ്ശെ പഞ്ചസാര ഇട്ടെടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ബീറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇതാ അങ്ങനെ ആയിട്ടുണ്ട്, പഞ്ചസാര ഇതൊക്കെ നല്ലോണം അലിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആയി കിട്ടിയാൽ മതി. ടീ കേക്കാണല്ലോ. ഇനി അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഓയിലാണ് കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലും കുറച്ച് മതി. ഇനി അതേമാതിരി തന്നെ 1 ടീസ്പൂണ് പാലും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഫ്ലോർ ഉണ്ടല്ലോ, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടി ഇതിലേക്ക് കുറേശ്ശെ ഒറ്റയടിക്ക്, എപ്പോഴും ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫ്ലോർ ഇടുമ്പം ഒരുമിച്ചിടരുത്, കുറേശ്ശെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 3 ഇതിലായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു. നല്ലോണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വശത്തേക്ക് തന്നെ അങ്ങനെ ആക്കി കൊടുക്കുക. മൈദക്ക ഇതിലേക്ക് നല്ലോണം കരുതുന്നത് ഈ രീതിയിലാണ് വേണ്ടി കേട്ടോ. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതപ്പോൾ ടിന്നിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് വെക്കുന്ന പണിയാണുള്ളത്. എങ്ങനെ വെക്കുന്നതും എങ്ങനെ ചെയ്യുന്നതും കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മതി. നമുക്ക് വെച്ച് കാണിച്ചു തരാം. അതിന് വേണ്ടത് എയർ ഫ്രയർ ഞാൻ ഓണാക്കി. ഇപ്പം 185 ഡിഗ്രി സെൽഷ്യസിലുള്ള കേട്ടോ. ഇനി നമുക്കിതാ ഓരോ ഐറ്റംസ് ഇവിടെ ഉണ്ട്. മീൻ, ചിക്കൻ പൊരിക്കുന്നത്, ഫിഷ് പൊരിക്കുന്നത് എല്ലാം ഉണ്ട്. നമുക്ക് കേക്കിൻ്റെ ഇതിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ അതവിടെ കാണിക്കില്ലേ കേക്കിൻ്റെ ചിഹ്നം, അതവിടെ ആക്കി കൊടുത്തിട്ട് 160 ഡിഗ്രി സെൽഷ്യസ് 20 മിനിറ്റ് നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. 160 വെച്ചത്. ഇനി ഇതാ നമ്മൾ കേക്കിൻ്റെ മോൾഡയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഈ ടോപ്പൊന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ആക്കിയതിന് ഓണാക്കിയിട്ട് കേക്കിൻ്റെ മോൾഡാക്കി വെച്ചിട്ടുണ്ട്. 160 ഡിഗ്രി സെൽഷ്യസ് 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാലട്ടെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത്. ഇനി 10 മിനിറ്റ് കൂടി ഉണ്ട്. ഇപ്പോൾ 4 മിനിറ്റായി. ഇപ്പോൾ 1 മിനിറ്റായി. ഇപ്പം കഴിയും. 1 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് ഒരു സൗണ്ട് വരും, ഓഫാകുന്ന. നമുക്ക് തുറന്ന് നോക്കാം. നല്ല ടീ കേക്ക് റെഡിയായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഇത് നമുക്ക് അതിന് മാറ്റാം. അപ്പോൾ ഞാൻ അതിന് മാറ്റിയിട്ടുണ്ട്. അടിപൊളിയായി കേക്ക് വന്നിട്ടുണ്ട് നമ്മളെ ടീ കേക്ക്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഞാൻ ഇവിടെ എപ്പോഴും കുട്ടിയൊക്കെ ഉണ്ടാക്കുന്നതാണ്, എയർ ഫ്രയറിൽ വെച്ചിട്ട്. അധികം എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കേക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എപ്പോഴും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും
ബായ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.